മോൾ സ്റ്റഡി ആയിട്ട് നേരെ നന്നാലേ നല്ല ഉടുപ്പടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മിടിക്ക്, ഗുഡ് ഗേൾ. ചേച്ചി പുറകിൽ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ? ഫ്രണ്ടീന്ന് എടുക്ക. ആ അങ്ങനെ തന്നെ. ഓക്കെ, ഫ്ലോർ വരെ. അതാ സൈഡിലേക്ക് ഇട്ടിനു. ആ ടേപ്പിനെ എടുത്ത് മോള് പിടിച്ച് അങ്ങനെ അങ്ങനെ പിടിച്ചേ. ഓക്കെ. എത്രയാ ലെങ്ത്? എത്രയാ? 44. അത് ആ പേപ്പറിലേക്ക് ഒന്ന് എഴുതാമോ 44 എന്നുള്ളത്? എനിക്ക് ഇത്തിരി കുറയ്ക്കണേ. അത് കുറയ്ക്കാം. ഓക്കെ. ഇനി ചെസ്റ്റ് വണ്ണം അങ്ങനെ. ടേപ്പ് പുറകിൽ ബാക്കിൽ ഇറങ്ങിയാ കിടക്കുന്ന ടേപ്പ് കയറ്റിയിട. എന്നിട്ട് കൈ ആം ഹോളിന്റെ അടിയിൽ നമ്മുടെ കൈ ഇവിടത്തിലേ ഇട്ടേ മോളെ. ഇതുണ്ടോ? ഇതിലേ വരട്ടെ. ഇതിലെ ടേപ്പില്ല മോളെ. തന്നെ കുഞ്ഞു കൈ അഴിക്കുക. കുഞ്ഞു കൈ താഴെയിട. അത് തന്നെ മുകളിലോട്ട് വരാം. പുള്ളി പറയുന്ന കറക്റ്റാ. ഓക്കെ, അങ്ങനെ തന്നെ. ചെസ്റ്റ് വണ്ണം ലൂസാ മോളെ. അത് ഭയങ്കര ലൂസാ പിടിച്ചിരിക്കുന്നത്. ഇച്ചിരി ടൈറ്റ് ചെയ്ത് പിടിച്ചേ. അത് തന്നെ. എത്രയാ? 25.5. ടിനു, നീ എത്ര ഫിംഗർ അതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടോ? 1, 2, 3? എത്ര ഫിംഗർ അതിന്റെ ഉള്ളില്? ഒറ്റ ഫിംഗർ. ഓക്കെ. 25.5. ഓക്കെ, അതൊന്ന് പേപ്പറിലേക്ക് എഴുതാ. ചെസ്റ്റ് പേപ്പറിലേക്ക് എഴുതാ. ചെസ്റ്റ് അല്ലേ? 25.5 ആണ് എഴുതിയിരിക്കുന്നത്. 25.5 എന്ന് എഴുതിക്കോ. ഓക്കെ. ഇനി ജസ്റ്റ് ആ ബോഡി ഇറക്കം ഞാൻ പറഞ്ഞില്ല, പുക്കളിന്റെ അവിടം വരെ ഉള്ളതാ. അവിടുന്ന് തന്നെ നേരെ ചിരിക്കില്ല. നേരെ അത് കറക്റ്റ് ആ പുക്കളിന്റെ ഇറങ്ങി പോവരുത്. ചെരിച്ച് പിടിക്കരുത്. നേരെ പിടിക്ക. എത്രയാ? 13 വരികയല്ല. 40. എത്രയാ? 40 എത്രയാ പറഞ്ഞേ? 44. 13 വരൂല. 12.5 ഇട്ടേ. അത് ഇറങ്ങിപ്പോവും. 13. മോള് നോക്കല്ലേ, മോള് കുഞ്ഞിയല്ലേ. കുഞ്ഞൊക്കെ നേരെ പിടിച്ചിട്ട് ടേപ്പിനെ നേരെ പിടിച്ചേ മോള്, ശരിക്കാതെ. 12.5 അതൊന്ന് പിടിച്ചു നോക്കിയേ. എവിടെയാ വരുന്നേന്ന് നോക്കിയേ. 12.5. ശരിയായി. 12.5. ഈ ഉടുപ്പിന് ഒരു ബോഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് 12 കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പിന് അതാണ് അവളുടെ കറക്റ്റ്. അത് കറക്റ്റ് അങ്ങനെയാണ് വരേണ്ടത്. എന്നാലേ ഹുളിക്കമ്മൂണിയും ഗൗൺ അടിക്കുമ്പോ ഭംഗി വരുള്ളൂ. ഓക്കെ. അപ്പൊ 12 എഴുതുവാണേ. 12 എഴുതും. ബോഡി ഇറക്കം 12. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞില്ല, ആ ബോഡി ബെല്ലി ബട്ടൺ വണ്ണം വേണമെന്ന. ബെല്ലി ബട്ടന്റെ അതായത് ആ പുക്കളിന്റെ റൗണ്ട് ഒന്ന് പിടിച്ചേ. പുക്കളിന്റെ റൗണ്ട് അത് ഈ ഉടുപ്പിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് തന്നെ പിടിക്കുവാണേ. അങ്ങനെ തന്നെ പിടിച്ചോ. അത് നീ എന്തായാലും നല്ല കാര്യം ചെയ്ത. കാരണം കറക്റ്റ് അങ്ങനത്തെ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് പിടിക്കുന്നത്. ഓക്കെ. ലൂസ് എടുക്കരുത് മോളൂ. ടൈറ്റ്. 1 ഫിംഗർ ടൈറ്റ് ലൂസ്. 23.5. കറക്റ്റ്. എഴുതിക്കോ. പേപ്പറിലോട്ട് എഴുതിക്കോ. അവിടുന്ന് സ്കേർട്ടിന്റെ താഴേക്കുള്ള ഇറക്കം കൊടുത്തേ. പിന്നെ അത് പിടിക്കാം നമുക്ക്. മോളുണ്ടല്ലോ, ആ സ്റ്റിച്ച് വന്നിട്ടില്ലേ, ആ വയറിന്റെ അവിടുത്തെ ആ സ്റ്റിച്ച് ഇല്ലേ, ആ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലോർ വരെ. മോള് നോക്കല്ലേ കുട്ടാപ്പി. എന്നെ മോനെ, സ്കേർട്ട് ഇറക്കം എന്ന് പറഞ്ഞെടുത്ത. സ്കേർട്ട് ഇറക്കം അല്ല ചേച്ചി, ഞാൻ ചോദിച്ചത് നമ്മുടെ ടേപ്പിന്റെ ഇവിടെ വല്ല വെക്കണ്ടേന്ന്. അത് തന്നെ.
അത് 32. 32.5. അതങ്ങ് എഴുതിക്കോ. അത് 32 എന്ന പേപ്പറിലോട് സ്കേർട്ട് ഇറക്കം 32.5. ടിനു എന്തോ ടിനു ഇനി നമ്മളൊക്കെ ചെയ്യേണ്ട ചെസ്റ്റിന്റെയും ആ ബെല്ലി ബട്ടന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഒരു ഷേപ്പ് വരുന്നത് ബോഡിക്ക്. ആ ഒരു ഒടിവ് വരികയല്ലേ നമ്മുടെ സാരി ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കിടക്കുമ്പോ അവിടുത്തെ വിടുത്തെടുത്തേ, അവിടുത്തെ വിടുത്ത്. അതാണ് ആ ഷേപ്പ് വണ്ണം നമ്മൾ ആദ്യം എഴുതി വെച്ചില്ലേ, ഷേപ്പ് വണ്ണം നമ്മൾ ആദ്യം. ഒറ്റ ഫിംഗർ ലൂസ്. നീ ഇച്ചിരി ഇങ്ങോട്ട് ചെരിഞ്ഞു നേടി. നീ അവിടെ നിൽക്കല്ല, സ്ട്രൈറ്റ് ആക്കും. ബാക്കിലും ടേപ്പ് കറക്റ്റ് അല്ലേ ജിനു? അതെ ചേച്ചി, അതെ 23. ഓക്കെ ചേച്ചി അളവ് ലൂസ് ഇടുവല്ലോ അല്ലേ? ഞാൻ ലൂസ് ഇടുന്നില്ലേ. മോള് ലൂസ് ഇടരുത്. മോള് ലൂസ് ഞാനും ലൂസ് ഇട്ട അച്ഛന്റെ ലോഹ പോലെ ആയി പോവും. 23 അല്ലേ? അത് 23. മാറ്റി മക്കള് മാറി. ഷേപ്പ് വണ്ണം 23 അല്ലേ? 23. ഓക്കെ. ഇനി അടുത്തത് മോളെ തിരിച്ചു നിർത്തിക്കേ. മോളു തിരിഞ്ഞു നിന്നേ. മുടി ഫ്രണ്ടിലേക്ക് വിട്ടേ കുട്ടൻ. ഫ്രണ്ടിലിടാനും. അല്ല, ടിനുവിന് ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല, അങ്ങനെ വെച്ചോ. ആ ഷോൾഡറിന്റെ സ്റ്റിച്ചിന്റെ അവിടുന്ന് ഇപ്പുറത്തെ സ്റ്റിച്ച് വരെ ഉള്ളത് പിടിക്കുക. ഷോൾഡർ 10. എത്രയാ മോനെ? 10.5 പോരല്ലോടി. 11 അത് വരുമ്പോ എങ്ങനെയാവും നോക്കിക്കേ. 11 ആവുമ്പോ കൂടി പോകുന്നുണ്ടോ? 10.5. അവളുടെ ചെസ്റ്റ് വണ്ണും അത്ര വരുന്ന ടിനു. അവളുടെ ചെസ്റ്റ് വണ്ണും അത്രയാ പറഞ്ഞേ? 25.5. അപ്പം നോക്കിയ 11 നോക്കിക്കേ. 10.5 11 ആയിരിക്കും വരുന്നത്. 10.5 വരുമ്പോ ഒത്തിരി കയറി അടിച്ചു. 11 ശരിയാ ചേച്ചി പറഞ്ഞ പോലെ. ഓക്കെ 11. 11 എഴുതിക്കോ. ഷോൾഡർ 11. അവൾക്ക് ഈ സ്ലീവ് വേണോ ഫുൾ സ്ലീവ് വേണോ? ഫ്യൂച്ചറിൽ ഫുൾ സ്ലീവ് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ടിനു. മക്കളോട് പിന്നീട് നമുക്ക് പള്ളികളിൽ വൈറ്റ് ഇടാൻ പറയും. അപ്പം ഫുൾ സ്ലീവ് ആണെങ്കിൽ കുട്ടികൾക്ക് കംഫർട്ട് അല്ല, കാണാൻ ഭംഗിയുണ്ട്. 3/4 വേണോ ഫുൾ സ്ലീവ് വേണോ? രണ്ടും ഓക്കെ. ഇപ്പൊ ഇട്ടിരിക്കുന്ന കൈയുടെ അത്രയും, അതിലും ആ പടി തുടങ്ങുന്നതിന്റെ അവിടം വരെ വരിക. ആ വൈറ്റിന്റെ അവിടം വരെ വന്നിട്ട് താഴേക്ക് നമുക്ക് ഗ്ലൗ കൊടുക്കാം. ആ സ്റ്റിച്ചിന്റെ അവിടുന്ന് പിടിക്കണം. അവിടുന്ന് പിടിക്കണം. അവിടം വരെ കറക്റ്റ്. 13. ഓക്കെ. അത് സ്ലീവ് ലെങ്ത് അല്ലേ? സ്ലീവ് ലെങ്ത്. ഇനി മോളെ ഇവിടുത്തെ വണ്ണം, സ്ലീവിന്റെ ഇവിടുത്തെ, ഞാൻ പറയില്ല, ഇവിടെ നോക്കിയേ മോള്, എന്നെ നോക്കിക്കേ. കൈയുടെ ഇവിടുത്തെ വണ്ണവും 13ന്റെ അവിടെ ലെങ്തിന്റെ എൻഡ് പോർഷനിൽ കിട്ടിയില്ലേ? ലെങ്ത് 13 എന്ന് പറഞ്ഞതിന്റെ അവിടുത്തെ വണ്ണവും ലൂസ് അത്രയും കയറ്റരുത്, അത്രയും കയറ്റണ്ട, താഴേക്ക് അവിടെയായിട്ട്. അതും 8.5. അത് 8.5. താഴെ നേരെ താഴോട്ട് പോകും. 13ന്റെ അവിടെ പിടിക്കേ. 8.5 എഴുതാൻ പോണ്ട. 8.5 അവിടെ പിടിക്കേ. അത് 7.5 ഇല്ലേ ചേച്ചി? 7.5 അവിടെ ഇച്ചിരി ലൂസ് ഇരിക്കുന്ന നല്ല, കാരണം കേറാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, കൈ ഇടാനും പെറുക്കാനും. അപ്പൊ മോള് 8.5യും 7.25 ഇടുക. അപ്പൊ അത് സ്ലീവ്
വിത്ത് സ്ലീവ് വിട്ടെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ അവിടെ, സ്ലീവ് വിട്ടെന്ന്. 8 അവിടെ ആദ്യം 8.5 എഴുതുക, പിന്നെ 7 8.5 എഴുതുക. അത് കഴിഞ്ഞ ഇങ്ങോട്ട് ഇത് 7.5 എഴുതുക. 7.5 എഴുതിയിരിക്കുന്നത്. ഈ എല്ലാം ഞാൻ അരയൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. 7.5. സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാവോ? അത്യാവശ്യം ഒരു കോള് വന്നിട്ടാവും, അവിടെ സാധനം കേറി വരാനുണ്ട്, അവരാണ് വിളിക്കുന്നത്. ഒന്ന് വിളിച്ചാൽ മതി ഇപ്പൊ. ഓക്കെ. ഓക്കെ.